ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്റർ 1144 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ വൺ പീസ് ഫാൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ ഇനി അധികം സമയം കളയാതെ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. ആദം ട്രീ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രാങ്കിയെ റിപ്ലിയും കാണിച്ചുകൊണ്ടാണ് ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ഫ്രാങ്കി എന്തോ കണ്ടിട്ട് ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതെന്താണെന്നാണ് ഫ്രാങ്കിക്ക് തോന്നുന്നതെന്ന് റിപ്ലി ചോദിക്കുന്നു. ഇപ്പം നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു ജയന്റ് റോബോട്ടിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിതമായി കിടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുന്നിലാണ് ഈ ഫ്രാങ്കി റിപ്ലി നിൽക്കുന്നത്. അതിന്റെ ചുറ്റുമാണെങ്കിൽ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉണ്ട് എന്ന് റിപ്ലി പറയുന്നുണ്ട്. ഈ ബിൽഡിംഗ് മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ആകെ ഒരു സയൻസിന്റെ മണം അടിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഫ്രാങ്കി പറയുന്നു. റിപ്ലി അപ്പോൾ പറയുന്നുണ്ട്, നീ ഒരു സൈബോർഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റോബോട്ട് കൈൻഡ് ഓഫ് ബിൽഡിംഗ് നിനക്ക് ഭയങ്കര ഇഷ്ടമാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന്. അപ്പോൾ ഈ ജയൻസിന്റെ നാട്ടിൽ ഇതെന്താണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് എന്ന് ഫ്രാങ്കി റിപ്ലിയോട് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലിലിത്തും ബോണിയും ആ ബിൽഡിങ്ങിനുള്ളിലുണ്ട്. അപ്പോൾ ലിലിത്ത് അവിടെ നിന്ന്, ഹായ് ഫ്രാങ്കി, നീ ഇവിടെ കണ്ടുപിടിച്ചോ, നിന്നെ ഈ സ്ഥലം കൊണ്ടുവന്ന് പിന്നെ കാണിക്കണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബിൽഡിംഗ് ഭയങ്കര കിടിലാണ് ഫ്രാങ്കി എന്ന് നമ്മുടെ ബോണി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ലിലിത്തെ, ബോണി, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഫ്രാങ്കി അവരോട് വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ ലിലിത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥലം ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയിട്ട് വഴി തെറ്റിപ്പോയി ഇവിടെ എത്തിയതാണ്. എന്തായാലും നിങ്ങൾ വന്ന് ഞങ്ങളെ കണ്ടെത്തിയതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന്. അപ്പോൾ ഫ്രാങ്കി ആണെങ്കിൽ നമ്മുടെ ലിലിത്തിനെ ഒന്ന് ഊതുന്നുണ്ട്. അപ്പോൾ ജീനിയസ് ആയിട്ടുള്ള ആൾക്കാർക്കും വഴിയൊക്കെ തെറ്റും അല്ലേ എന്ന്. റിപ്ലി ആണെങ്കിൽ പറയുന്നു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കണ്ണിപ്പെട്ടത് നന്നായി. കാര്യം കുറച്ചു മുമ്പേ ഒരു അലാറം കേട്ടിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെയോ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അതാണ് അങ്ങനെ അലാം കേട്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുന്നത് ഇനി സേഫ് അല്ല എന്ന് പറയുന്നുണ്ട്. ആ വാൾഡർ സ്കൂളിൽ നിന്ന് ഹോൺ മുഴക്കിയത് കേട്ട കാര്യമാണ് റിപ്ലി പറയുന്നത്. ലിലിത്ത് അപ്പോൾ പറയുന്നുണ്ട്, പക്ഷേ ഈ സ്ഥലം ഭയങ്കര കിടിലമാണ് കേട്ടോ, ഏകദേശം ഒരു 3000 വർഷമെങ്കിലും ഈ റോബോട്ട് ബിൽഡിങ്ങിന് പഴക്കം കാണുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫ്രാങ്കി ഞെട്ടുന്നുണ്ട്. നീ എന്താ കുഞ്ഞു കളിക്കുകയാണോ? 3000 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന് നിനക്ക് അറിയാവോ എന്ന്. റിപ്ലി ആണെങ്കിൽ പറയുന്നു, അവള് പറഞ്ഞത് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല, ഏകദേശം അത്ര വർഷം തന്നെ പഴക്കമുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ എൽബാഫിലുള്ളവർക്ക് പോലും ഈ ബിൽഡിംഗ് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഈ 3000 വർഷം എന്ന് പറയുമ്പോൾ നിക്കയുടെ ഒക്കെ ടൈം ആയിരിക്കും. ആ സമയത്ത് ഇങ്ങനെ ഒരു ജയന്റ് റോബോട്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജോയ് ബോയുടെ ടൈം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എഗ് ഹെഡ് വെച്ച് കണ്ട എമറ്റ്. ഇപ്പൊ ലൂഫിയുടെ ടൈം വരുമ്പോഴത്തേക്ക് സൈബോർഗായിട്ട് ഫ്രാങ്കി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കണക്ഷനാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു. ചെറിയൊരു ചാൻസ് ഉണ്ട് അതിന്. ഇപ്പം ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ലിലിത്ത് പറയുന്നുണ്ട്, ഈ സ്ഥലം എന്തുകൊണ്ടും അപ്പോൾ എൻ്റെ റിസർച്ചിന് ഭയങ്കര സ്യൂട്ടബിൾ ആണ്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറുന്നതായിരിക്കും നല്ലതെന്ന്. എന്തിനാ വീണ്ടും വഴി തെറ്റി പോകാനാണോ എന്ന് ഫ്രാങ്കി താഴെ നാക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ ബിൽഡിങ്ങിലേക്ക് കയറാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാങ്കി അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ബോണി ആണെങ്കിൽ എന്തോ കണ്ടിട്ട് അലറി വിളിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ബോണി എന്തു പറ്റിയെന്ന്. അപ്പോൾ അവളാണെങ്കിൽ ഫ്രാങ്കിയുടെ റിപ്ലൈയോടും വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പുറകിൽ ഇതേ എന്തോ ഉണ്ട് എന്ന്. ഇപ്പൊ നോക്കിയാ ഫ്രാങ്കിയുടെ റിപ്ലൈയുടെയും തൊട്ട് പുറകിലായിട്ട് ആ കുട്ടികളുടെ ഡ്രീമിൽ നിന്ന് വന്ന ആ മോൺസ്റ്റർ ക്ലൗഡ്, ആ ഇടിമിന്നലൊക്കെ ആയിട്ട് വരുന്ന ആ ജയന്റ് മേഘം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ഇത് കണ്ടിട്ട് ഫ്രാങ്കി ആണെങ്കിൽ പറയുന്നുണ്ടോ, എൽബാഫ് ശരിക്കും ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലം തന്നെയെന്ന്. ഇപ്പൊ റിപ്ലൈ ആണെങ്കിൽ പറയുന്നുണ്ട്, അയ്യോ, ഈ പണ്ടാരം പിടിച്ച മോൺസ്റ്റർ എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ന്. ഇപ്പൊ നമ്മളെ പാർട്ടി നടക്കുന്ന വെസ്റ്റേൺ വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ ആ ഫയർഫോഴ്സിനെ താറുമാറാക്കിയിട്ട് ആ ഡ്രൗഗർ, ആ സോംബി മോൺസ്റ്റർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ജയൻസ് എല്ലാം വെള്ളം അടിച്ചിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ അവർ പറയുന്നുണ്ട്, എല്ലാവരും പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ഉഷാറായി എല്ലാവരും ആയുധം എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. ഈ കുട്ടികളുടെ ഡ്രീമിൽ നിന്ന് ഈ മോൺസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഈ റിയാലിറ്റിയിലേക്ക് വന്നതെന്ന് ഒരു ജയന്റ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. വേറൊരു ജയന്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചീഫുകൾ ഇവിടെ പോയി, ഡോറിയും ബ്രോഗി, അവരുടെ ഓർഡേഴ്സിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അവരാണെങ്കിലും നല്ലപോലെ വെള്ളം അടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാൻ ഓടിയിട്ടുണ്ടെന്ന് ഏതോ ജയൻസ് പറയുന്നുണ്ട്. ഉടനെ അവരിങ്ങനെ ഞെട്ടുന്നുണ്ട് എല്ലാവരും. ബ്രൂക്ക് ആണെങ്കിൽ ആ ജയന്റ് ഡ്രൗഗർ, ആ സോംബി മോൺസ്റ്ററിനെ കണ്ടിട്ട് എൻ്റെ ഒരു കട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജയന്റ് ആണെങ്കിൽ നമ്മുടെ ഈ വെസ്റ്റേൺ വില്ലേജിലുള്ള സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം, ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഉസോപ്പ് ആണെങ്കിൽ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജിംബെ ആണെങ്കിൽ ഉസോപ്പിനോട് പറയുന്നുണ്ട്, എടാ അതങ്ങോട്ട് ഉറക്കെ പറയാൻ. എന്തായാലും സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഈ എൽബാഫിൽ നടക്കുന്നുണ്ടെന്നും ജിംബെ പറയുന്നു. അപ്പം നമ്മുടെ ഗബാന്റെ മോനായിട്ടുള്ള കോളോൺ ഉണ്ടല്ലോ, അവനും ഇവരുടെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ജയൻസ് ഒന്നും സമ്മതിക്കുന്നില്ല. ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഗബാന്റെ മകനാണെന്ന് പറയുമ്പോൾ അവർ പറയാൻ, നീ ഗബാനൊന്നും അല്ലല്ലോ, അപ്പൊ നീ ഇവിടെ നിൽക്കണ്ട, കൊച്ചു പിള്ളേരൊക്കെ സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും പോയി ഇരുന്നാൽ മതി, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് തള്ളി വിടുന്നുണ്ട്. ഇപ്പൊ നാമി ആണെങ്കിൽ ജാർലുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ജാർലു കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ നാമി പറയുന്നുണ്ട്, സോറി, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു കാര്യം മറച്ചു വെച്ചു എന്ന്. ആ ഓറസ്റ്റ് കൊട്ടാരത്തിൽ ഗോഡ് നൈറ്റ്സ് കയറിയിട്ട് ആ ഗാർഡ്സിനെ ആക്രമിച്ച കാര്യമാണ്. അപ്പൊ ആ പരിക്ക് പറ്റി കിടക്കുന്ന ഗാർഡ്സിനോട് എന്നിട്ട് ജാർലു ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ പറയുന്ന റെഡ് ഹെയർഡ് ഷാങ്സിനെ പോലെ ഇരിക്കുന്ന ഒരാളും വേറൊരു പെണ്ണും കൂടെ ഓറസ്റ്റ് കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറി എന്നാണോ? അപ്പൊ ഈ ഗാർഡ്സ് പറയുന്നത്,
പറയുന്നു ആ അതെ രണ്ടുപേർക്കും ഭയങ്കര ശക്തിയോ ആ പെണ്ണിനാണെങ്കിൽ എന്തൊക്കെയോ വിയേർഡായിട്ടുള്ള പവേഴ്സും ഉണ്ടെന്ന്. ഇപ്പൊ ജിംബെ ആണെങ്കിൽ അവിടെ നിന്ന് ഈ വൺ പീസ് വേൾഡിലെ ഒരു പ്രപഞ്ച സത്യം പറയുന്നുണ്ട്. അതായത് ഈ ലോകത്ത് ഇങ്ങനെ വിയേർഡായിട്ടുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതെല്ലാം ഏതെങ്കിലും ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെ കളിയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത അപൂർവമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ അതൊരു ഡെവിൾ ഫ്രൂട്ട് യൂസറിന്റെ കഴിവാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ജിംബെ പറയുന്നു. ഇപ്പൊ ജാറിൽ അവിടെ നിൽക്കുന്ന കുറച്ച് ജയൻസിനോട് പറയുന്നുണ്ട് മൊത്തം എൽബാഫിനെയും പോയി അലേർട്ട് ചെയ്യും. അതായത് സ്ട്രോ ഹാറ്റ് ക്രൂവിൽ പെടാത്ത 2 മനുഷ്യർ നമ്മുടെ ഇങ്ങോട്ടേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അവരെ കണ്ടു കിട്ടുന്നവർ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തായാലും 2 ആയിരിക്കില്ല 2 കൂടുതൽ പേര് കാണുമെന്ന് ബ്രൂക്ക് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ട ജയൻസ് ഓക്കെ എന്നാൽ ഇനി അങ്ങനെ അലേർട്ട് ചെയ്യാമെന്ന് പറയുന്നു. ഇപ്പൊ നാമി ആണെങ്കിൽ പറയുന്നുണ്ട് ഇത് ചെയ്യുന്നവന്മാർ എവിടുത്തുകാരാണെന്നോ ആരാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊച്ചു കുട്ടികളെ ഇങ്ങനെ പട്ടാപ്പകല് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവന്മാരെയൊക്കെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് നാമി പറയുന്നുണ്ടോ. നാമി ഓൺ ഫുൾ പവർ. ഈ കുട്ടികളെ ഇങ്ങനെ ബന്ദിയാക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, അവരെന്തോ കാര്യമായിട്ട് ഈ എൽബാഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഉസോപ്പ് പറയുന്നു. അതേപോലെ ഇങ്ങനെ ഒരു കിഡ്നാപ്പിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ ഉസോപ്പ് അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പൊ ജാറിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഒരിക്കലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്ന്. അപ്പൊ ജിംബെ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാം, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഉടനെ ജാറിൽ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റുകളാണ്, അപ്പൊ നിങ്ങളിപ്പോൾ എവിടെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയി ഒളിക്കണം, അതാണ് പ്രധാനം എന്ന്. ഇപ്പൊ ജാറിലാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അല്ല ഈ ഡോറിയും ബ്രോഗി ഇത് എവിടെ പോയി എന്ന്. അപ്പൊ ജയൻസ് പറയുന്നുണ്ട് അവര് ബാത്റൂമിലേക്ക് പോയി, അവര് വെള്ളം അടിച്ചാകെ മാട്ടയായിരിക്കുമായിരുന്നല്ലോ, ഇപ്പൊ ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇപ്പൊ വെസ്റ്റേൺ വില്ലേജിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് തമ്മിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ജിംബെ പറയുന്നുണ്ട് ആ നുഴഞ്ഞു കയറിയവന്മാര് നമ്മുടെ സൈസുള്ള മനുഷ്യരാണല്ലോ, അപ്പോൾ അവന്മാരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന്. അപ്പോൾ ഉസോപ്പും അതിന് സമ്മതം പറയുന്നുണ്ട്. ഉസോപ്പ് പറയണ അതെ ഇവിടെ വന്നേക്കുന്ന മോൺസ്റ്റേഴ്സിനെയൊക്കെ ജയൻസ് കൈകാര്യം ചെയ്യട്ടെ, അത് ജയൻ സൈസ് ആണല്ലോ, നമുക്ക് ആ നുഴഞ്ഞുകയറ്റക്കാരെ പിടിക്കാമെന്ന്. ഇപ്പൊ ബ്രൂക്ക് പറയുന്നുണ്ട് പക്ഷേ ഈ എൽബാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയല്ലേ, നമ്മുടെ ഈ കുഞ്ഞു കാലും കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ എപ്പോൾ ഇവിടെ കവർ ചെയ്ത് തീരാനാണെന്ന്. അപ്പൊ നാമി എന്തോ ഇങ്ങനെ സൈഡിലേക്ക് നോക്കി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോളോണ് കുറെ ബാഗിൽ ആയുധങ്ങളൊക്കെ വെച്ചിട്ട് അവന്റെ ഒരു കുഞ്ഞു ബോട്ടിലേക്ക് ഇങ്ങനെ കയറാൻ പോവാണ്. അപ്പൊ ആ ജയൻസ് പറഞ്ഞ ഒന്നും കേൾക്കാതെ കോളോൺ യുദ്ധത്തിനേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നമ്മുടെ നാമിയും ടീമും അവന്റെ ഒപ്പം ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് കോളോൺ പറയുന്നുണ്ട് നിങ്ങളപ്പോ എന്നെ തടയാൻ വന്നതല്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് കോളോൺ പറയുന്നുണ്ട് എന്റെ കപ്പലിലൊക്കെ കയറ്റാം, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ക്യാപ്റ്റൻ ഞാനായിരിക്കും എന്ന്. അപ്പൊ ഈ കോളോണിന്റെ ക്യൂട്ട്നെസ് ഒക്കെ നാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാമി ഇങ്ങനെ കവായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളാണ് കോളോൺ പൈറേറ്റ്സ് എന്നൊക്കെ കോളോൺ ഇങ്ങനെ ബോട്ടിന്റെ മുന്നിൽ നിന്നിട്ട് പറയുന്നുണ്ട്. അവരപ്പോൾ ആ ബോട്ടിൽ നേരെ ഇൻട്രൂഡേഴ്സിനെ തപ്പി പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോഡ് നൈറ്റ്സ് അവിടെ നിന്ന് ചില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗുങ്കോ ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അതിൽ TD എന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ടോൺ ഡയൽസ്, മറ്റേ പാട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്ന ഡിവൈസ് ഉണ്ടല്ലോ, ടോൺ ഡയൽ, അതാണ്. ഇപ്പോൾ എൽബാഫിൽ ജാറിൽ പറഞ്ഞതനുസരിച്ച് വാണിംഗ് കൊടുക്കുന്നത് നമുക്ക് കേൾക്കാം. സൺഡർലമിലുള്ള ആൾക്കാർക്കായുള്ള അറിയിപ്പ്, അതായത് സ്ട്രോ ഹാറ്റ് ക്രൂവിൽ ഉൾപ്പെടാത്ത കുറച്ച് ആൾക്കാരെ ഓറസ്റ്റ് കൊട്ടാരത്തിൽ വെച്ച് സ്പോട്ട് ചെയ്തിട്ടുണ്ട്, അവർ നമ്മളുടെ ശത്രുക്കളാണ്, സൂക്ഷിക്കുക എന്ന് പറഞ്ഞാണ് അറിയിപ്പ് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ ഗുങ്കോ അവിടെ ഇരുന്ന പാട്ട് കേൾക്കുന്നത് കണ്ടിട്ട് സോമേഴ്സ് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷമുള്ള ഗുങ്കോയുടെ ആചാരം, ആ കലാപരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ഗുങ്കോ പറയുന്നുണ്ട് ഇത് ആചാരമൊന്നുമല്ല, എനിക്ക് പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ എന്ന്. അതൊരു ടോൺ ഡയൽ അല്ലേ, അപ്പൊ നമുക്കൊരു പാട്ട് മത്സരം വെച്ചാലോ, തെറ്റിക്കുന്നയാള് ഔട്ട് എന്ന് സോമേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഹോബിയൊക്കെ ഉള്ളത് വളരെ നല്ലതാണെന്ന് സോമേഴ്സ് പറയുന്നു. അതിരിക്കട്ടെ നിന്റെ ഫേവറേറ്റ് സോങ് എന്താണെന്ന് സോമേഴ്സ് ഗുങ്കോയോട് ചോദിക്കുന്നു. അപ്പോൾ ഗുങ്കോ ന്യൂ വേൾഡ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സോൾ കിങ്ങിന്റെ ബ്രൂക്കിന്റെ ഫാൻ ഗേളാണ് ഗൈസ് ഗുങ്കോ. അപ്പോൾ ഇത് കേട്ടിട്ട് സോമേഴ്സ് ഒരു ചളി അടിക്കുന്നുണ്ട്. ന്യൂ വേൾഡോ, അതെന്താ ഇപ്പോഴത്തെ പ്രസന്റ് വേൾഡ് നിനക്ക് ഇഷ്ടമല്ലേ എന്ന്. പക്ഷെ നമ്മുടെ കില്ലിംഗ്ഹാം ഒരു ജെന്റിൽമാൻ ആണ് ഗൈസ്. പുള്ളി സോമേഴ്സിനോട് പറയുന്നുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെ ഒന്നും കളിയാക്കി ചിരിക്കരുത് സോമേഴ്സ് എന്ന്. ഇത് കേട്ടിട്ട് സോമേഴ്സ് പറയുന്നുണ്ട് സോറി തെറ്റെന്റെ ഭാഗത്താ. എന്നിട്ട് പറയുന്നുണ്ട് അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആ പ്രായമായ ആൾക്കാർ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നതെന്ന് നോക്കിക്കേ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നെക്സ്റ്റ് മാനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോള് കയ്യിൽ 2 ഷീൽഡൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അതായത് മുള്ളു കൊള്ളാതെ തന്നെ ആ കുട്ടികളെ മുന്നോട്ട് പോവാതെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട്. നിങ്ങളെ കൊണ്ട് ഇത് പറ്റും സോൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റോബിനും ചോപ്പറോട് എന്ന് സോളിനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഈ വെള്ള തുണി, അതായത് ആ ഗുങ്കോയുടെ ബാൻഡേഡിനെ ഫോളോ ചെയ്താണ് പോകുന്നതെന്ന് സോള് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ വെള്ള തുണി പോകുന്നത് നേരെ ആ തീപിടുത്തം നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇപ്പം ഇവിടെ വെച്ച് ഇവരെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ചാവും, അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്ന് സോള് പറയുന്നു. അപ്പം മുന്നിൽ നിൽക്കുന്ന ഇൽവയെ ആ ഷീൽഡ് വെച്ച് സോള് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൽവയുടെ പുറകെ വരുന്ന കുട്ടി ഇൽവയുടെ ദേഹത്ത് തട്ടി സ്റ്റോപ്പായി നിന്നിട്ട് അവരുടെ ദേഹത്തുള്ള ആ മുള്ളിൻ്റെ ഷീൽഡ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കയറുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ സോൾ ആകെ ഞെട്ടുന്നു. അയ്യോ മക്കളെ എന്നോട് ക്ഷമിക്ക് ഇൽവ, സ്കാൽഡിയുടെ പുറകെ നിൽക്കുന്ന ഓലവ്,
നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ സോള് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സോളാകെ പെട്ട് നിൽക്കുകയാണ്. സോള് പറയുന്നുണ്ട്, നാശം, ഞാനിപ്പോൾ ഒരു കൊച്ചിനെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പുറകി വരുന്നവർ മുന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ ആ മുള്ളിൻ്റെ ഷീൽഡിൽ തട്ടി സ്വയം ദേഹം മുറിക്കും. പാവം കുട്ടികൾ, അപ്പോൾ ഇതെന്തൊരു ക്രൂരമായിട്ടുള്ള ട്രാപ്പാണെന്ന് റോബിൻ ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. ഇപ്പം റോബിൻ പറയുന്നുണ്ട്, സോൾ കുട്ടികളെ ഇങ്ങനെ ഈ കൊണ്ടുപോകുന്നത് എന്തായാലും ഒരു ഡെവിൾ ഫ്രൂട്ട് എബിലിറ്റി ആയിരിക്കും. അപ്പോൾ സോളും ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ ഈ ഡെവിൾ ഫ്രൂട്ട് യൂസർ എന്തായാലും ഇവിടെ അടുത്ത് എവിടെങ്കിലും തന്നെ കാണുമെന്ന്. പക്ഷേ ആ യൂസറിനെ കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്ന സമയം കൊണ്ട് തന്നെ ഈ കുട്ടികൾ തീയിലേക്ക് വീണിരിക്കും. അതുകൊണ്ട് ഇനി പാഴാക്കി കളയാൻ സമയമില്ല എന്ന് പറഞ്ഞ് സോൾ ഒരു വള്ളി ഇങ്ങനെ ചുഴറ്റി എറിയാൻ നോക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്നവരെ തടയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് വള്ളിയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈസി അല്ലേ എന്ന് സോള് പറയുന്നുണ്ട്. അങ്ങനെ ബാക്കിലുള്ള ബിയോൺ എന്ന് പറഞ്ഞ പയ്യനെ സോള് വള്ളിയിട്ട് പിടിച്ചങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പുറകിൽ നിന്ന് വള്ളിയിട്ട് പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഇവരെ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് സോള് പറയും. പെട്ടെന്ന് സോൾ ഇങ്ങനെ സൈഡിലോട്ട് എന്താ കണ്ട് നോക്കുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിയുമ്പോൾ ആ ഫെൻഡർ എന്ന് പറഞ്ഞ മോൺസ്റ്റർ സൈഡിൽ കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ സോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ മോൺസ്റ്റർ എന്നെ തടയാൻ വരികയാണോ, ശരിക്കും ഇതിനെയൊക്കെ ആരാണ് ഈ കൺട്രോൾ ചെയ്യുന്നതെന്ന്. ഇപ്പോൾ വാൾഡർ സ്കൂളിൽ ന്യൂസ് കിട്ടുന്നുണ്ട്, അതായത് ഈ പടിഞ്ഞാറൻ വില്ലേജിൽ മാത്രമല്ല പല സ്ഥലത്തും എൽബാഫിൻ്റെ പല സ്ഥലത്തായിട്ട് മോൺസ്റ്റേഴ്സ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള കിബ പറയുന്നുണ്ട്, എൽബാഫ് മൊത്തവും ഇതപ്പോൾ ഉറപ്പായിട്ടും ആരുടെയോ ഡെവിൾ ഫ്രൂട്ടിൻ്റെ കഴിവാണ്, ഇത് ചെയ്യുന്നവനെ എത്രയും വേഗം കണ്ടുപിടിക്കണമെന്ന്. ഇപ്പം നോക്കിയാൽ ആ വെസ്റ്റേൺ വില്ലേജിൽ ജയൻസ് ഒക്കെ കൂടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ജയന്റ് ഡ്രൗഗർ മോൺസ്റ്ററിനെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൗഗറൊക്കെ റിയാലിറ്റിയിൽ ഉണ്ടാവാൻ യാതൊരു വഴിയില്ല എന്നാ ജയൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ മോൺസ്റ്റർ കാരണം ഇത്രയും വലിയ കാഷ്വാലിറ്റീസ് ഇവിടെ ഉണ്ടായി എന്ന് ഇവർ പറയുന്നു. അതേപോലെ മുറിവ് പറ്റിയ ജയൻസിനെയൊക്കെ എത്രയും പെട്ടെന്ന് വില്ലേജിലേക്ക് എടുക്കാനും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഉടനെ ആ ജയൻസിന്റെ മുന്നിലേക്ക് തീ തുപ്പിക്കൊണ്ട് ആ നിദോഗ്, ആ ജയന്റ് ഡ്രാഗൺ ഇങ്ങനെ വരികയാണ്. ഇപ്പം നോക്കിയാൽ ആ നിദോഗും പിന്നെ പ്രേതത്തെ പോലെ ഇരിക്കുന്ന ആ മോൺസ്റ്ററും അങ്ങനെ മോൺസ്റ്റേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ ജയൻസ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്തായാലും വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, സോ എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് ഓടി മാറുമെന്ന് അവർ പറയുന്നുണ്ട്. യെസ്, നമ്മുടെ ഡോറിയും ബ്രോഗിയും വരികയാണ് ഗൈസ്. രണ്ടുപേരും കയ്യിൽ ഇങ്ങനെ വെപ്പൺസ് ഒക്കെ പിടിച്ചിട്ട് അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ നോക്കിയ ജയൻസിന്റെ ഒരു പട തന്നെ ഗ്രേറ്റ് ഐറിക് ഷിപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡോറിയുടെയും ബ്രോഗിയുടെയും ഹക്കോക്കു സോറൈനിറ്റി വെച്ചിട്ട് അവിടെയുള്ള 3 മോൺസ്റ്റേഴ്സിനെയും വെട്ടിപ്പിരുത്തിട്ടുണ്ട്. അപ്പോൾ പൈറേറ്റ് ഷിപ്പായിട്ടുള്ള ഗ്രേറ്റ് ഐറിക്കിന്റെ ബോട്ട് എഡിഷൻ, അതായത് തുഴഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒരു എഡിഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വരികയാണ്. അപ്പം ഞങ്ങളുടെ കള്ളുകുടി പാർട്ടി നശിപ്പിച്ച് ഞങ്ങളുടെ കള്ളെല്ലാം വേസ്റ്റ് ആക്കി കളഞ്ഞ് ഞങ്ങളുടെ കെട്ടിറക്കിയതിന് നിന്നെയൊക്കെ ഞങ്ങൾ ശരിയാക്കൂടാ മോൺസ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജയൻസ് ആകെ കലിപ്പിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ജയൻസിന് എല്ലാം സന്തോഷമായി. ജയന്റ് വാരിയർ പൈറേറ്റ്സ് നമ്മളെ സഹായിക്കാൻ എത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡോറിയും ബ്രോഗിയും പറയുന്നുണ്ട്, സോറി മക്കളെ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയിന്ന്. ഇവർ ബാത്റൂമിൽ പോയിട്ട് അടിച്ച കള്ളെല്ലാം വാൾ വെച്ച് കളഞ്ഞിട്ടാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇനിയെല്ലാം ഞങ്ങൾക്ക് വിട്ടേക്ക്, മോൺസ്റ്റേഴ്സിനെ എല്ലാം തീർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു, നിങ്ങൾ പോയി പിള്ളേരുടെ കാര്യം നോക്കെന്ന് ഇവർ ജയൻസിനോട് പറയുന്നു. ഇപ്പോൾ നോക്കിയാൽ ഇവരുടെ ഒപ്പം ഗ്രേറ്റ് ഐറിക്കിൽ നമ്മുടെ സ്കോപ്പർ ഗബാനും ഉണ്ട്. അപ്പോൾ ഒരു കയ്യിൽ മഴു ഒരു കയ്യിൽ കള്ളുപ്പിയൊക്കെ പിടിച്ചുകൊണ്ട് പുള്ളി ഇങ്ങനെ ചിരിച്ച് ആകെ വൈബിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ജയൻസ് ഗബാനെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ആകെ എക്സൈറ്റഡ് ആയി. മൗണ്ടൻ ഈറ്റർ ആയിട്ടുള്ള യാസാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടോ? ഇനി എത്ര മോൺസ്റ്റേഴ്സ് വന്നാലും ആ കപ്പലിലുള്ളവരെ തൊട മുടിയാതെന്ന് അവന്മാർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പൈറേറ്റ് കിങ്ങിൻ്റെ ഇടം കൈയായിട്ടുള്ള മനുഷ്യൻ ഹെൽപ്പിനായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞൊരു എഡിറ്റേഴ്സ് നോട്ടിൽ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ മറക്കാതൊന്ന് ഷെയറും ചെയ്യുക. അപ്പോൾ ചാപ്റ്റർ 1145 എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.